വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ നിലമ്പൂർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടകളടച്ച് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. AKRRDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CV മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരെ അറിയുക നിങ്ങൾ, ഞങ്ങളുടെ രോദനം അറിയുക നിങ്ങൾ. ഇവിടെ കോഴിക്കോട് പേരാമ്പ്രയിലുള്ള ഒരു മാധവനെ ഒന്നുമില്ലാതെ ഒരു കണ്ടം കയറുമായി റബ്ബറും തോട്ടത്തിൽ പോയി തൂങ്ങി മരിച്ചപ്പോൾ അവർക്ക് കിടന്നുറങ്ങുവാൻ 2 പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടി കൊടുത്തായിരുന്നു താമസിച്ചിരുന്നത്. ആള് മാന്യനാണ്. രാഷ്ട്രീയപ്പെട്ട ഒരു താലൂക്ക് റേഷനിങ് ഇൻസ്പെക്ടർ അവിടെ പോയി പരിശോധന നടത്തി. ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസർ പോയി പരിശോധന നടത്തി. അതുപോലെ തന്നെ ജില്ലാ സപ്ലൈ ഓഫീസർ വരെ പരിശോധന നടത്തി. ഇവരൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നടപടിക്കും പോകാതെ 10-15 ദിവസത്തോളം ഈ കാര്യങ്ങൾ ആ റിപ്പോർട്ട് അവിടെ വെച്ചുകൊണ്ടിരുന്നു. എങ്ങനെങ്കിലും രക്ഷപ്പെടുക, എന്തെങ്കിലും വഴികളാവട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ യാതൊരു രക്ഷയും കിട്ടിയില്ല. ഒരു ദിവസം രാത്രി മാധവൻ റബ്ബറും തോട്ടത്തിലെ ആ ഉദിയിൽ നിലമ്പൂര് ഭാഗത്ത് ഇവിടെ പല നിലക്കും ഇപ്പൊ കോവിഡ് കാലത്ത് വെളിമ്പിയമ്പാടത്തുള്ള നമ്മളെ റേഷൻ വിതരണം നടത്തിയിരുന്ന ഒരു കുട്ടി അവിടെ മരിച്ചല്ലോ. നമ്മളൊക്കെ ഈ കോവിഡ് കാലത്ത് ഒരു സാനിറ്റൈസറും ഒരു മാസ്കും മാത്രം സംരക്ഷണത്തിന്റെ പേരിലാണ് നമ്മൾ 2 കൊല്ലം സർക്കാർ ഓഫീസുകളൊക്കെ അടച്ചിട്ടു. അവർക്ക് പൂർണ്ണമായും പ്രവേശനം അവർക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞു. അന്നും നമ്മൾ ഒരു പേടിയും ഭയവും ഇല്ലാതെ കള്ള് ഷാപ്പിൽ നിന്നോ ബാറിന്നോ മദ്യം വെക്കുന്ന പണിയല്ല, ആളുകൾക്ക് കഞ്ഞി കുടിച്ച് അവരുടെ വിശപ്പടക്കാൻ പറ്റുന്ന ഒരു ജോലി എന്ന നിലക്ക് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഈ ഒരു സാനിറ്റൈസറിന്റെയും മാസ്കിന്റെയും ബലത്തിൽ നമ്മളെല്ലാവരും പ്രവർത്തിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്തായിരുന്നു ചെയ്തത്? കഥകടച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു. മിക്ക ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതായിരുന്നു. പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവായിട്ടുള്ള കിറ്റ് കമ്മീഷൻ ഉടൻ അനുവദിക്കുക, 3 മാസത്തോളമായ കുടിശ്ശികയായിട്ടുള്ള കമ്മീഷൻ ഉടൻ നൽകുക, KTPDS ആക്ട് മാറ്റി എഴുതുക, വേതന പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. റേഷൻ ഡീലേഴ്സ് CITU താലൂക്ക് സെക്രട്ടറി PK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. AKRRDA താലൂക്ക് സെക്രട്ടറി TP ഗോപാലകൃഷ്ണൻ, K രമേശ്, P അബ്ദുറഹ്മാൻ, OK സുരേഷ്, V രാധാകൃഷ്ണൻ, റഷീദ് വാളപ്ര, CT സിദ്ദീഖ്, K അലവിക്കുട്ടി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.